الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لله ملك السماوات والأرض يخلق ما يشاء يهب لمن يشاء إناثا ويهب لمن يشاء ذكورا أو يزوجهم ذكرانا وإناثا ويجعل من يشاء أقيم إنه عليم قدير صدق الله مولانا. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ചുകൂടലിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും പടച്ചതമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരികയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മെ നമ്മുടെ മാതാപിതാക്കളെയൊക്കെ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിനെ അല്ലാഹു നമ്മുടെ അനുകൂലമായ സാക്ഷിയാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ നോമ്പ് നമസ്കാരങ്ങളും ഇബാദത്തുകളെല്ലാം അല്ലാഹു തആല പൂർണ്ണാർത്ഥത്തിൽ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. വിവാഹ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ ലൈംഗികതയ്ക്കുള്ള പങ്ക് എന്നതാണ് ഇന്നലെ നമ്മൾ സംസാരിച്ചത്. വിവാഹ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം സന്താനം കൂടി ഉണ്ടാകുക എന്നുള്ളത് കൂടിയാണ്. അതുകൂടി പരിശുദ്ധ ഇസ്ലാം വിവാഹ ജീവിതത്തിന്റെ ലക്ഷ്യമായി കാണുന്നുണ്ട്, മക്കളുണ്ടാകുക എന്നുള്ളത്. അതുകൊണ്ടാണ് പ്രവാചകന്മാർ വിവാഹശേഷം മക്കളുണ്ടാകാൻ താമസിച്ചപ്പോ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനകൾ ഖുർആനിൽ കാണാൻ കഴിയും. സക്കറിയ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന ഖുർആൻ പറയുന്നുണ്ട്. ഹുനാലിക ദഅ സക്കറിയ റബ്ബഹു. മറിയം അലൈഹി ഇസ്ലാമിനെ ബൈത്തുൽ മുഖദ്ദസിൽ കൊണ്ടുപോയി ആക്കുകയും സക്കറിയ നബി ഇടയ്ക്കിടയ്ക്ക് അവരെ സന്ദർശിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഓരോ സീസണിലും ആ നാട്ടിൽ ലഭ്യമല്ലാത്ത പഴങ്ങൾ മറിയം ബിയുടെ മുന്നിൽ ഇരിക്കുന്നത് കണ്ടു. അപ്പൊ സക്കരിയ നബി ചോദിക്കുന്നുണ്ട്, അന്നാലക്കി ഹാദ, മറിയമേ നിനക്കിത് എവിടെ നിന്ന് കിട്ടി? ഈ നാട്ടിൽ ഈ പഴം ഇപ്പൊ ലഭിക്കൂലല്ലോ, ഇതിന്റെ സീസൺ അല്ലല്ലോ. അപ്പൊ മറിയം പറയുന്ന മറുപടി, ഹോമിൻ എന്തില്ല, അത് പടച്ചോൻ തന്നതാണ് എനിക്കെന്ന്. അവിടെ സക്കരിയ നബി മനസ്സിലാക്കുകയാണ്, പടച്ചോൻ ഇങ്ങനെയൊക്കെ കഴിവുണ്ടല്ലോ, എനിക്ക് പ്രായം കൂടുതലായെങ്കിലും സീസണിൽ ലഭിക്കാത്ത പഴങ്ങൾ സ്വർഗത്തിൽ നിന്ന് കൊടുക്കാൻ കഴിയുന്ന പടച്ചവൻ എനിക്കൊരു മകനെ തരാൻ കഴിയുമല്ലോ. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു. സക്കരിയ നബി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബി ഹബിലി മിൻ ലദുങ്ക ദുർരിയത്തൻ ത്വയ്യിബ, പടച്ചവനെ എനിക്കൊരു നല്ല മകനെ തരണം, കുട്ടിയെ തരണം എന്ന് സക്കരിയ നബി പ്രാർത്ഥിക്കുന്നു. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു തആല ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് മകനായി കൊടുത്തപ്പോ അതൊരു അനുഗ്രഹമാണ് എന്ന് ഖുർആൻ എടുത്തു പറയുന്നു. സാറ അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ, ലൂത്ത് നബിയെ നശിപ്പിക്കാൻ വേണ്ടി വന്ന മലക്കുകൾ ഇബ്രാഹിം നബിയുടെ വീട്ടിന് മുന്നിൽ വന്നുകൊണ്ട് നിങ്ങൾക്ക് മക്കളുണ്ടാകുമെന്ന സന്തോഷ വാർത്ത പറഞ്ഞപ്പോ സന്തോഷം കൊണ്ട് ഇങ്ങനെ മുഖത്തടിക്കുന്ന കാര്യം ഖുർആൻ പറയുന്നുണ്ട്. ഫസറത്ത് വജ്ഹഹ. മിസ്രി പെണ്ണുങ്ങൾക്ക് ഒരു രീതിയുണ്ട്, സന്തോഷം വന്നാൽ ഇങ്ങനെ മുഖത്തടിക്കും, വേദനിപ്പിക്കാതെ അടിക്കും. അപ്പൊ ഈ പ്രായത്തിൽ എനിക്കൊരു മകനുണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ ആ സന്തോഷം കൊണ്ട് ഇങ്ങനെ മുഖത്തടിക്കുകയാണ്. ഇതൊക്കെ ഖുർആൻ ദമ്പതികൾക്ക് മക്കളുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സുന്ദരമായ മുഹൂർത്തത്തെ ചിത്രീകരിക്കുന്ന ചില രംഗങ്ങളാണ്. ഇനിയും വേറെയുണ്ട്. അപ്പോ മക്കളുണ്ടാകുക എന്നുള്ളത് ഒരു പുരുഷന്റെയും ഒരു സ്ത്രീയുടെയും വികാരമാണ്. പെൺകുട്ടികൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു മാതൃത്വ വികാരം പ്രകടിപ്പിക്കും. അവരുടെ നടത്തത്തിൽ, അവരുടെ ഹാവഭാവങ്ങളിലൊക്കെ ഒരു മാതാവാകാനുള്ള ഒരു ആഗ്രഹം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ചെറിയ പാവകളെ എങ്ങനെ എടുത്ത് പരിപാലിക്കും, പാവകളെ വളർത്തുക, ഇതൊക്കെ പെൺകുട്ടികളുടെ രീതിയാണ്. അപ്പൊ പടച്ച തമ്പുരാൻ ഒരു സ്ത്രീയിൽ കൊടുത്തിരിക്കുന്ന മാതൃത്വം എന്ന് പറയുന്ന വികാരത്തെ വളരെ ചെറുപ്പം മുതൽ ഒരു പെൺകുട്ടി പ്രകടിപ്പിക്കുകയാണ്. അവൾക്ക് മാതാവാകാൻ ആഗ്രഹമുണ്ട്. അതിലെ പുരുഷൻ പിതൃത്വം ആഗ്രഹിക്കും. എനിക്കൊരു പിതാവാകണമെന്നുള്ള ആഗ്രഹം ഓരോ പുരുഷനുണ്ടായിരിക്കും. അതുകൊണ്ടാണ് തമിഴ് കവിയായ തിരുവള്ളൂർ പറയുന്നുണ്ട്, ഒരു കൊച്ചു കുഞ്ഞിന്റെ, ഒരു പിഞ്ചു പൈതലിന്റെ കൊഞ്ചൽ കേൾക്കാത്ത ആളുകൾ മാത്രമേ വീണനാദം മനോഹരമാണെന്ന് പറയുകയുള്ളൂ. വീണ വായിക്കുന്ന കേട്ടാൽ നല്ല മനോഹരമാണ്. പക്ഷെ ആർക്കാണ് അതൊരു മനോഹരമായി തോന്നുക?
തനിക്കൊരു കുഞ്ഞു പിറന്ന പിഞ്ചു പൈതലിന്റെ കൊഞ്ചൽ കേൾക്കാത്തൊരാൾക്കാണ് അത് മനോഹരമായി തോന്നുക. ഇത് കേട്ടൊരാൾക്ക് വീണവായനേക്കാൾ മനോഹരമായി തോന്നുക സ്വന്തം കുഞ്ഞിന്റെ ആ കൊഞ്ചലായിരിക്കും. മക്കളുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതിനേക്കാൾ മനോഹരമല്ല ഒരു വീണവായന എന്ന് പറയുന്നത്. അപ്പൊ ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി വിവാഹം കഴിഞ്ഞ് എല്ലാവരും ആഗ്രഹിക്കും. ഒരു കുഞ്ഞുണ്ടായില്ലെങ്കിൽ ദമ്പതികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എത്ര വലുതാണ്. അവർക്ക് സമൂഹത്തിൽ ഇറങ്ങാൻ കഴിയില്ല. വിശേഷമായില്ലെന്ന് ചോദ്യം ഉണ്ടാവും, മറുപടി പറയാൻ കഴിയില്ല. അപ്പൊ ഏതൊരു ദമ്പതികളുടെയും ദാമ്പത്യ ജീവിതത്തിന്റെ അനിവാര്യതയും അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു കുഞ്ഞുണ്ടാകുക എന്നുള്ളത്. ഖുർആൻ അതിനെ സമ്മാനമെന്നാണ് ആ വാക്ക് പ്രയോഗിച്ചത്. സത്യത്തിൽ ആ ഒരു ഖുർആനിന്റെ ഒരു ആയത്ത് പഠിച്ചാൽ തന്നെ മക്കൾ എന്ന് പറയുന്ന അള്ളാഹു നമുക്ക് നൽകിയ വിലമതിക്കാനാകാത്ത സമ്പത്തിന്റെ വില നമുക്ക് മനസ്സിലാവും. യഹബു, അള്ളാഹു സമ്മാനമായി നൽകുന്നു ലിമൻ യശാഉ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഇനാഥൻ, പെൺമക്കളെ കൊടുക്കുന്നു. ആദ്യം പറഞ്ഞ പെൺമക്കളെ കുറിച്ചാണ്. നമുക്ക് വേണ്ടാത്തതും പെൺമക്കളാണ്. അള്ളാഹു പെൺകുട്ടികളെ സമ്മാനമായി കൊടുക്കുന്നു. ലിമൻ യശാഉ, എല്ലാവർക്കും കൊടുക്കൂല, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. വയഹബു ലിമൻ യശാഉ ദുക്കൂറ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ചിലർക്ക് അള്ളാഹു ആൺകുട്ടികളെ സമ്മാനമായി കൊടുക്കും. ചിലർക്ക് പെൺകുട്ടി മാത്രമായിരിക്കും. അവരുടെ ആഗ്രഹം ഒരു ആൺകുട്ടി ഉണ്ടാകാനായിരിക്കും. എം എ യൂസുഫ് അലി സാഹിബിന് പെൺകുട്ടികളേ ഉള്ളൂ, അള്ളാഹു കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ ഇഷ്ടംപോലെ പൈസയുണ്ട്, പക്ഷെ അള്ളാഹു കൊടുക്കാതെ ആൺകുട്ടി ഉണ്ടാവില്ല. പൈസ കൊണ്ടുണ്ടാവുന്നതല്ല ആൺകുട്ടിയും പെൺകുട്ടിയും. അപ്പൊ അദ്ദേഹത്തിന്റെ ആഗ്രഹം ഒരു ആൺകുട്ടിയായിരിക്കും, പക്ഷെ അദ്ദേഹത്തിന്റെ പൈസ കൊണ്ട് അത് നേടിയെടുക്കാനാകില്ല. അതാണ് ഈ പ്രയോഗം. യഹബു, അള്ളാഹു കൊടുക്കുന്ന സമ്മാനമാണ്. അത് വാങ്ങാൻ അർഹതയുള്ളവർക്കേ ആൺകുട്ടിയെ കിട്ടുള്ളൂ, വാങ്ങാൻ അർഹതയുള്ളവർക്കേ പെൺകുട്ടിയും കിട്ടുള്ളൂ. ഔ യുസവ്വിജുഹും ദുക്റാനം വ ഇനാസ, അല്ലെങ്കിൽ ചിലർക്ക് അള്ളാഹു ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ച് കൊടുക്കും. അവസാനം പറയുന്നത് യജ്അലു മൻ യശാഉ അഖീമാ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ചിലരെ അള്ളാഹു തആല അഖീമാക്കും, മച്ചിയാക്കും, പ്രസവിക്കൂല, അവർക്ക് മക്കൾ ഉണ്ടാവില്ല. അതും പടച്ചോന്റെ തീരുമാനമാണ്. ഇന്നഹു അലീമുൻ ഖദീർ, എല്ലാത്തിനും പടച്ചോന് കഴിയും, എല്ലാത്തിനെ കുറിച്ചും പടച്ചോൻ സർവജ്ഞനാണെന്നാണ് ഖുർആൻ പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് വിവാഹ ജീവിതത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യം മക്കൾ ഉണ്ടാവുക എന്നുള്ളത് കൂടിയാണ്. ഇത് ഇസ്ലാമിന്റെ മാത്രമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, തനാക്കഹു തവാലദു, നിങ്ങൾ വിവാഹം കഴിക്കണം, നിങ്ങൾക്ക് മക്കൾ ഉണ്ടാകണം. ഫഇന്നി മുകാസിറും ബിക്കുമുൽ ഉമമ യൗമൽ ഖിയാമ, മറ്റൊരു റിപ്പോർട്ടിൽ വഇന്നി മുഫാഖിറും ബിക്കുമുൽ ഉമമ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നിങ്ങളെ കൊണ്ട് എനിക്ക് അഭിമാനം പറയാനുള്ളതാണ്. എന്റെ ഉമ്മത്ത് കൂടുതലായി നാളെ സ്വർഗത്തിലേക്ക് വരണം, അവരെ കണ്ടിട്ട് എനിക്ക് അഭിമാനം പറയണം മറ്റു നബിമാരോട്, എന്റെ ഉമ്മത്തിന്റെ പെരുപ്പം കാണിക്കാനുള്ളതാണ്. അതുകൊണ്ട് നമുക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ നമ്മുടെ നിയ്യത്ത് തന്നെ, ഒരു കുട്ടിയെ ജനിപ്പിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ തന്നെ നമ്മുടെ നിയ്യത്ത് എന്തായിരിക്കണം? സത്യത്തിൽ നിന്ന് നമ്മുടെ നിയ്യത്ത് മാറിപ്പോയി. നമ്മുടെ ഉദ്ദേശം ഈ കുട്ടി വളർന്ന് വലുതായിട്ട് എന്നെ സംരക്ഷിക്കണം, പ്രായമാകുമ്പോൾ സംരക്ഷിക്കണം നമ്മുടെ ഉദ്ദേശം. ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ നിയ്യത്തതായിരിക്കരുത്. അവരുടെ യഥാർത്ഥ നിയ്യത്ത് എന്റെ നബിക്ക് അഭിമാനം ഉണ്ടാകണം. എന്റെ മകനെ കൊണ്ട്, എന്റെ മകളെ കൊണ്ട് നാളെ മഹ്ശറിൽ എന്റെ നബി അഭിമാനം പറയണം. നബിയുടെ ഉമ്മത്തിൽ എന്റെ ഒരു മകനുകൂടി ഉണ്ടാകണം, എന്റെ ഒരു മകള് കൂടി ഉണ്ടാകണം. ഈ നിയ്യത്തിലാണ് നമുക്ക് മക്കൾ ഉണ്ടാകേണ്ടത്. മറ്റതൊന്നും നടന്നോളുന്നില്ല. പ്രായമാകുമ്പോൾ നമ്മളെ സംരക്ഷിക്കലൊന്നും നടന്നോളുന്നില്ല, ഗുരുത്തം കിട്ടുപോയാൽ നടക്കൂ. അതുകൊണ്ട് ഈ ഒരു നിയ്യത്ത് നമുക്കുണ്ടായിത്തീരണം. നിങ്ങൾക്ക് സന്താനങ്ങൾ ഉണ്ടാകണം. മറ്റു ഹിന്ദുമതത്തിന്റെ കാര്യം എടുത്താലും അവരും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇപ്പോ മോഹൻ ഭാഗവത്, RSSന്റെ സർസംഘ് ചാലക്, അദ്ദേഹം പറയുന്നുണ്ടല്ലോ ഹിന്ദുക്കളോട്, നിങ്ങൾക്ക് 3 മക്കൾ ഉണ്ടാകണം. ഈ മുസ്ലിങ്ങളെല്ലാം ഇങ്ങനെ പെരുകിയിട്ട് ഇവരിങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ ഇന്ത്യ ഇപ്പോ മുസ്ലിം രാജ്യമാവും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആരാണ് ഇവരോട് മക്കളെ ഉണ്ടാക്കേണ്ടെന്ന് പറഞ്ഞത്? ഇവരുടെ മതം എന്ന് ഇവർ പഠിച്ചിരുന്നെങ്കിൽ ഇവർക്ക് മക്കൾ ഉണ്ടാകുമായിരുന്നു. ഹിന്ദുമതം പഠിപ്പിക്കുന്നത് മക്കൾ ഉണ്ടാകണമെന്നാണ്. ഹിന്ദു വിവാഹം നടക്കുന്ന സമയത്ത് നിലവിളക്കിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഭാര്യയും ഭർത്താവും നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഹിന്ദുമത ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. ഭാര്യ നടത്തുന്ന പ്രാർത്ഥന എങ്ങനെയാണ്? അഗ്നി ദൈവമേ, എല്ലാ നന്മകളുടെയും ഉടമയായ അഗ്നി ദൈവമേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കുകയും നീ ഞങ്ങൾക്ക് ശക്തി നൽകുകയും ചെയ്യണമേ. നീ ഞങ്ങൾക്ക് പുത്രസമ്പത്തും ധനസമ്പത്തും നൽകണമേ എന്ന് ഭാര്യ പ്രാർത്ഥിക്കുമ്പോൾ ഭർത്താവ് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ നീ എന്നിലൂടെ ഇവളെ നീ സന്തോഷിപ്പിക്കണമേ, ഇവളിലൂടെ എനിക്ക് നീ 10 മക്കളെ തരയണമേ. എണ്ണം കൂടി പറയുന്നുണ്ട്. 10 മക്കളെ ചോദിച്ചുകൊണ്ടാണ് ഹിന്ദു ദമ്പതികൾ വിവാഹം കഴിഞ്ഞ് നിലവിളിക്കന്റെ മുന്നിൽ നിന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കുന്നത്. 10 മക്കളെ ചോദിച്ചുകൊണ്ടാണ്. നമുക്കങ്ങനെ എണ്ണം കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ മക്കൾ ഉണ്ടാകണമെന്നാണ് ഹിന്ദുമതവും പറഞ്ഞത്.
ആരാണ് മക്കളില്ലാത്തതിന് ഉത്തരവാദി? പരിശുദ്ധ ഇസ്ലാം അതുകൊണ്ടാണ് ഗർഭചിത്രം നിരോധിക്കുന്നത്. സന്താന നിയന്ത്രണം അനിവാര്യമായ ഘട്ടത്തിൽ പറ്റും, കുഴപ്പമില്ല. കാരണം മക്കളെ വളർത്താൻ കൃത്യമായ ഇടവേള ആവശ്യമുണ്ട്. 2 വർഷം ഒരു കുട്ടി മുലകുടിക്കണം. ഹംലുഹു ഫിസാലുഹു 30 ശഹ്റ. 2 വർഷം ഒരു കുട്ടിക്ക് മുല കിട്ടുക എന്നുള്ള കുട്ടിയുടെ അവകാശമാണ്. മുലകുടി നിഷേധിക്കപ്പെടാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് കൃത്യമായ ഇടവേള മക്കൾക്കിടയിൽ വേണമെന്നുണ്ടെങ്കിൽ അതിന് സ്വാഭാവികമായ രീതികൾ സ്വീകരിച്ചുകൊണ്ട് സന്താനങ്ങളെ നിയന്ത്രിക്കാം. അതിന് തെറ്റില്ല. അതിന് ഇന്നത്തെ നൂതനമായ രീതികൾ സ്വീകരിക്കാം. അക്കാലത്ത് അറബികൾ സ്വീകരിച്ചിരുന്ന രീതിയാണ് അസ്ല എന്ന് പറയും. അസ്ല എന്ന് പറഞ്ഞാൽ ദാമ്പത്യ ബന്ധത്തിന്റെ സമയത്ത് ശുക്ലം അകത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി വെളിയിൽ കളയുന്ന രീതിക്കാണ് അസ്ല എന്ന് പറയുക. സഹാബാക്കൾ അങ്ങനെ ചെയ്തിരുന്നു. കുന്നാ നഅ്സിലു വൽ ഖുർആനു യൻസിലു. ഞങ്ങൾ അസ്ല ചെയ്യാറുണ്ടായിരുന്നു ഖുർആൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. ഖുർആൻ അത് നിരോധിച്ചിട്ടില്ല. വഹി ഇറങ്ങുന്ന സമയത്താണ് ഞങ്ങൾ അസ്ല ചെയ്തത്. ഞങ്ങൾ പ്രവാചകനോട് അത് പറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ അത് അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രവാചകനത് തടഞ്ഞിട്ടില്ല. കാരണം അടിമ സ്ത്രീകൾ ഗർഭിണിയാകാതിരിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും അവരങ്ങനെ ചെയ്തിരുന്നത്. അല്ലെങ്കിൽ മക്കൾക്കിടയിൽ ഇടവേള ലഭിക്കാൻ വേണ്ടിയും മക്കളുടെ ആരോഗ്യത്തിന് വേണ്ടിയും സഹാബത്ത് തന്നെ അസ്ല ചെയ്തിട്ടുണ്ട്. സന്താന നിയന്ത്രണം നടത്തിയിട്ടുണ്ട് അസ്ലിലൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തിട്ടില്ല. പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ അസ്ല ചെയ്താലും ഇല്ലെങ്കിലും അള്ളാഹു തീരുമാനിച്ച മക്കൾ ഉണ്ടാകുക തന്നെ ചെയ്യും. അസ്ല കൊണ്ട് മക്കൾ ഉണ്ടാകാതിരിക്കണമെന്നില്ല. അസ്ല ചെയ്താലും മക്കൾ ഉണ്ടാകാമെന്നൊരു വാക്ക് പ്രവാചകൻ പറഞ്ഞു എന്നല്ലാതെ അസ്ലിനെ പ്രവാചകൻ നിരോധിച്ചിട്ടില്ല. അതുകൊണ്ട് സന്താന നിയന്ത്രണം എന്നുള്ളത് പറ്റും. മക്കൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം കൊടുക്കാനോ അല്ലെങ്കിൽ മക്കളുടെ ആരോഗ്യം, ഭാര്യയുടെ ആരോഗ്യം, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് സ്വാഭാവികമായ നിയന്ത്രണങ്ങൾ പറ്റുമെന്നല്ലാതെ ഗർഭചിത്രം എന്ന് പറയുന്നത്, ഭ്രൂണഹത്യ എന്ന് പറയുന്നത് ഇസ്ലാം അതികർശനമായി നിരോധിച്ചൊരു കാര്യമാണ്. വലാ തഖ്തുലു ഔലാദക്കും, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മക്കളെ കൊല്ലരുത്. 120 ദിവസം ഗർഭാശയത്തിൽ ഒരു കുഞ്ഞു ഗർഭം പൂർത്തീകരിച്ചാൽ അതിനു മുമ്പും അതിനു ശേഷവും നിയമപരമായ വ്യത്യാസങ്ങളുണ്ട്. 120 ശേഷം ഗർഭം പൂർത്തിയാകിയ ഒരു കുഞ്ഞിനെ കൊല്ലുക എന്നുള്ളത് ഒരു കാരണവശാലും പാടില്ല. പക്ഷെ ഡോക്ടർമാർ ഒരു പക്ഷെ പറഞ്ഞതിരിക്കാം, കുട്ടിക്ക് അംഗവൈകല്യങ്ങളുണ്ട്, കുട്ടി ജനിച്ചാൽ ബുദ്ധിമാന്ദ്യം ഉണ്ടാകും, എന്നാൽ പോലും ആ കുട്ടിയെ കൊല്ലാൻ പാടില്ല, ഹറാമാണ്, ഗുരുതരമായ തെറ്റാണത്. അങ്ങ് ആ കുഞ്ഞും ജനിക്കട്ടെ, വൈകല്യമുള്ള കുഞ്ഞ് ജനിക്കട്ടെ, ബുദ്ധിമാന്യമുള്ള കുഞ്ഞ് ജനിക്കട്ടെ, അതാണ് ഇസ്ലാമിന്റെ നിലപാട്. ബുദ്ധിമാന്യമുണ്ടെന്നതിന്റെ പേരിൽ, വൈകല്യമുണ്ടെന്നതിന്റെ പേരിൽ 120 മാസം പൂർത്തീകരിച്ചൊരു കുഞ്ഞിനെ വയറ്റിലിട്ട് കൊല്ലുക എന്നുള്ളത് ഹറാമാണ്, ചെയ്യാൻ പാടില്ല. ആ കുഞ്ഞിനെയും ജനിക്കാനും ആ കുഞ്ഞിനും വളരാനും അനുമതി കൊടുക്കും. അതിന് മുമ്പുള്ള കാലാവധിയിൽ കുഞ്ഞിന്റെ ഉമ്മയുടെ ആരോഗ്യത്തിന് ജീവൻ അപകടകരമാവുന്ന ഘട്ടത്തിൽ, അങ്ങനെയുള്ള അതിനിർണായകമായ ഘട്ടങ്ങളിൽ ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഏതായിരുന്നാലും 120 ദിവസം പൂർത്തീകരിച്ചൊരു കുഞ്ഞിനെ ഒരിക്കലും കൊല്ലാൻ പാടില്ല. ഗർഭചിത്രം ഹറാമാണ്. എന്തുകൊണ്ട്? കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ അനിവാര്യമായിട്ട് പരിശുദ്ധ ഇസ്ലാം കാണുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വിവാഹം തന്നെ വേണ്ടതുണ്ടോ? അടുത്തൊരു ചോദ്യമാണ്. കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വിവാഹം തന്നെ വേണ്ടതുണ്ടോ? വേണ്ടതില്ല. ഒരു സ്ത്രീ പുരുഷ സംസർഗം അത് വിവാഹത്തിലൂടെ അല്ലെങ്കിലും അവർക്ക് ലഭിക്കേണ്ട സുഖങ്ങൾ ലഭിക്കും, കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ പരിശുദ്ധ ഇസ്ലാം പിതാവുള്ള മക്കളെയാണ് ആഗ്രഹിക്കുന്നത്. കുടുംബമുള്ള, പിതാവുള്ള, അഡ്രസ്സുള്ള മക്കൾ ഉണ്ടാകണം. അപ്പോഴാണ് മാനവകുലത്തിന് ശരിയായ നൈതികമായ നിലനിൽപ്പ് സാധ്യമാവുകയുള്ളൂ. അതൊരിക്കലും വിവാഹത്തിലൂടെ അല്ലാതെ ഉണ്ടാവൂല. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം വിവാഹേതര ബന്ധങ്ങളെ അതിശക്തമായി വിമർശിക്കുന്നത്. ഇസ്ലാമിനെ പോലെ ഇതിനെ എതിർത്ത വിമർശിച്ച ഒരു മതത്തെയോ പ്രത്യയശാസ്ത്രത്തെയോ കാണാൻ കഴിയില്ല. ഹിന്ദുമതം വ്യഭിചാരത്തിനെതിരാണ്, ക്രിസ്തുമതം വ്യഭിചാരത്തിനെതിരാണ്, ജൂതമതവും തത്വത്തിൽ വ്യഭിചാരത്തിനെതിരാണ്. തത്വത്തിൽ എന്ന് പറയാൻ കാരണം ജൂതമതം ഇന്ന് വ്യഭിചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കാരണം മറ്റൊരു മതത്തിൽ നിന്നും മതം മാറി വരാൻ, ജൂതമതത്തിലേക്ക് മതം മാറി വരാൻ കഴിയില്ല. അതുകൊണ്ട് ജൂതന്റെ വംശ പെരുകണമെങ്കിൽ സ്ത്രീകൾ അവിഹിതമായി ഗർഭം ധരിക്കലേ നിവൃത്തിയുള്ളതുകൊണ്ട് ജൂതന്മാർ എന്ന് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആരാണ് ഇവിടെ വ്യഭിചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്? മുതലാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. മുതലാളിത്ത വ്യവസ്ഥിതി ഈ വ്യഭിചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അവർ കുടുംബത്തെ തകർക്കാനാണ് ശ്രമിക്കുന്നത്. ഏംഗൽസും കാർൽ മാർക്സും കൂടി എഴുതിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, കുടുംബം തകരണം, കുടുംബം എന്നുള്ളത് ബൂർഷ്വാ സംവിധാനമാണെന്നാണ് അതിൽ പറയുന്നത്. കുടുംബം എന്ന ബൂർഷ്വാ സംവിധാനത്തെ, സ്വകാര്യ സ്വത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ബൂർഷ്വാ സംവിധാനമാണ് കുടുംബം, അത് തകരണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറയുന്നത്.
അപ്പൊ ഈ കുടുംബ വ്യവസ്ഥയെ തകർക്കാൻ വേണ്ടി ഇത്തരം പ്രസ്ഥാനങ്ങളും ഇത്തരം സംവിധാനങ്ങളും ശ്രമിക്കുമ്പോൾ ഇസ്ലാം അവിടെ ഉയർന്നു നിന്നുകൊണ്ട് പറയുന്നു, ഇല്ല, കുടുംബം തകരരുത്, കുടുംബം നിലനിൽക്കണം. കുടുംബ വ്യവസ്ഥ നിലനിന്നാലേ ഇവിടെ ജനിക്കുന്ന മനുഷ്യർക്ക് നൈതികത ഉണ്ടാവുകയുള്ളൂ, അവർക്ക് നിയമപരിരക്ഷ ഉണ്ടാവുകയുള്ളൂ, സ്വത്തവകാശം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് കുടുംബം നിലനിൽക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ ഇസ്ലാം വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും വ്യഭിചാരത്തെ അതിശക്തമായി എതിർക്കുകയും ചെയ്തു. വലാ തഖറബു സിന, വ്യഭിചാരത്തോട് നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത്. ഇന്നഹു കാന ഫാഹിഷത്തൻ വസാഅ സബീല, അത് വൃത്തികെട്ട വഴിയാണത്, നിങ്ങൾ അങ്ങോട്ട് സമീപിക്കരുത്. വ്യഭിചരിക്കുന്നവന് കൃത്യമായ ശിക്ഷ, എറിഞ്ഞു കൊല്ലണം വിവാഹിതരാണെങ്കിൽ. അവിവാഹിതരാണെങ്കിൽ 100 അടി കൊടുത്ത് നാടുകടത്താൻ വേണ്ടി പരിശുദ്ധ ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. വ്യഭിചാരത്തിലേക്ക് മനുഷ്യൻ പോകുന്ന വഴികളെ ഇസ്ലാം കൊട്ടിയടക്കുകയാണ്. അതുകൊണ്ടാണ് അന്യരായ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ നോക്കരുതെന്ന് പറഞ്ഞത്. ഒരു പുരുഷൻ ഒരു പെണ്ണിനെ നോക്കുമ്പോൾ അത് ഇബിലീസിന്റെ അമ്പാണത്. ഒരു സ്ത്രീ ഒരു പുരുഷനെ നോക്കുമ്പോൾ സഹമുൻ മസ്മൂമും മിൻ സിഹാമി ഇബിലീസ, പുരുഷന്റെ ഇബിലീസിന്റെ വിഷം പുരട്ടിയ അമ്പാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ട്? വ്യഭിചാരം ഒരിക്കലും സമൂഹത്തിൽ സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അനധികൃതമായ മക്കൾ ഉണ്ടാകുന്ന രീതി ക്ലോണിങ്ങിനെ സംബന്ധിച്ച് ശാസ്ത്രത്തിന്റെ നിലപാടെന്താണ്? ഇന്ന് വരെ ക്ലോണിങ്ങിൽ ഒരു കുട്ടിയെ ശാസ്ത്രം ജനിപ്പിച്ചിട്ടില്ല, ശാസ്ത്രം അങ്ങനെ അവകാശപ്പെടുന്നില്ല. ക്ലോണിങ്ങിലൂടെ മനുഷ്യേതര ജീവികളെ, ഡോളി എന്ന് പറയുന്ന ഒരു ചെമ്മരിയാടിന്റെ കുഞ്ഞിന് ശാസ്ത്രം ജന്മം കൊടുത്തിട്ടുണ്ട് 1996 സ്കോട്ട്ലാൻഡിലെ റിസ്വിൻ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചുകൊണ്ട് ഡോളി എന്ന് പറയുന്ന ഒരു ചെമ്മരിയാടിൻ കുഞ്ഞിന് ജന്മം കൊടുത്തു. 6 വർഷം ജീവിച്ചു. ചെമ്മരിയാടിന്റെ ശരാശരി ആയുസ് 12 വയസ്സാണ്. 6 വർഷം ജീവിച്ചിട്ട് ആ ഡോളി മരിച്ചു. അതുണ്ടാക്കിയ ശാസ്ത്രജ്ഞൻ അദ്ദേഹം 2023 മരിക്കുന്നു. അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു സത്യമുണ്ട്, ഞാൻ ഡോളിക്ക് ജന്മം കൊടുത്തിട്ടുണ്ട്, പക്ഷെ ശാസ്ത്രജ്ഞരെ നിങ്ങളാരും മനുഷ്യനെ ക്ലോണിങ്ങിലൂടെ ജനിപ്പിക്കരുത്. ചെമ്മരിയാടിന് ക്ലോണിങ്ങിലൂടെ ജന്മം കൊടുത്ത അതേ ശാസ്ത്രജ്ഞ ലോകത്തോട് പറഞ്ഞതാണ്, മനുഷ്യർക്കൊരിക്കലും ക്ലോണിങ്ങിലൂടെ ജന്മം കൊടുക്കരുത്. ധാരാളം നൈതിക പ്രശ്നങ്ങളുണ്ടാകും, നിയമപ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ ജനിപ്പിച്ചു. 1978 UK ടെസ്റ്റ് ട്യൂബ് ശിശു ജനിച്ചു. ടെസ്റ്റ് ട്യൂബ് ശിശു എന്നുള്ളത് ക്ലോണിങ്ങിൽ നിന്ന് വ്യത്യസ്തമാണ്. ക്ലോൺ എന്ന് പറയുന്നത് ഗ്രീക്ക് പദമാണ്, പകർപ്പെടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. മരത്തിന്റെ കൊമ്പൊടിച്ചു കുത്തി വേറൊരു മരത്തെ ജനിപ്പിക്കും പോലെ വളർത്തും പോലെയാണ് ക്ലോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇസ്ലാം ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾക്കെതിരാണ്. കാരണം അതൊന്നും കുഞ്ഞുണ്ടാകുന്നു എന്നതല്ലാതെ നിയമപരമായ ഒരു കുഞ്ഞായി തീരുന്നില്ല. അതുകൊണ്ടാണ് മക്കളില്ലാത്ത ദമ്പതികൾ IVF-നൊക്കെ പോകുന്ന ആൾക്കാരെ ശ്രദ്ധിക്കണം. മക്കളുണ്ടാകാൻ വേണ്ടി വർഷങ്ങളോളം കാത്തിരുന്നിട്ട് മക്കൾ ഉണ്ടാകാതെ വരുമ്പോ പിന്നെ ചില വളഞ്ഞ മാർഗങ്ങൾ സ്വീകരിക്കും. അതിന് എല്ലാ വഴികളും തെറ്റാന്ന് ഞാൻ പറയുന്നില്ല. ഇന്ന് ഈ കേരളത്തിൽ മുളച്ചു പൊന്തുന്ന ഇത്തരത്തിലുള്ള ക്ലിനിക്കുകളുണ്ട് പലതും. ചിലതൊക്കെ അടുത്തറിയാവുന്നുണ്ടെന്ന് തന്നെ പറയാണ്. അവിടെയൊക്കെ നടക്കുന്നത് നമുക്ക് വളർത്താൻ പറ്റിയ മക്കളെ ഉണ്ടാക്കി തരുന്ന പരിപാടിയല്ല. അവിടേക്ക് ഒരു കുഞ്ഞിനെ തരും നമുക്ക്, പക്ഷെ നമ്മുടെ കുഞ്ഞായിക്കൊള്ളുന്നില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കൃത്രിമമായ ഗർഭധാരണം അനുവദിക്കപ്പെട്ട സ്ഥലമുണ്ട്, അനുവദിക്കപ്പെടാത്ത സ്ഥലമുണ്ട്. സ്വന്തം ഭർത്താവിന്റേതല്ലാത്തൊരു ബീജം സ്വീകരിക്കാൻ പാടില്ല. സ്വന്തം ഭർത്താവിന്റേതല്ലാത്ത ബീജം സ്വീകരിച്ചുണ്ടാകുന്ന കുഞ്ഞ് അവന്റേതാവൂല. സ്വന്തം ഭർത്താവിന്റെ ബീജം സ്വീകരിക്കാം, പക്ഷെ നിബന്ധനയുണ്ട്. ഇത് എടുക്കുന്ന സമയത്തും സ്വന്തം ഭാര്യയിലേക്ക് അത് പ്രവേശിപ്പിക്കുന്ന സമയത്തും അതിന് ഹുർമത്തുണ്ടാകണം. ഹലാലായ രീതിയിലൂടെ ആയിരിക്കണം എടുക്കേണ്ടതും, ഹലാലായ രീതിയിലൂടെ ആയിരിക്കണം ഭാര്യയുടെ ഗർഭാശയത്തിലേക്ക് അത് പ്രവേശിപ്പിക്കേണ്ടതും. അങ്ങനെ ഒരു കൃത്രിമമായ ഒരു ഭാര്യ ഗർഭം ധരിച്ചാൽ ആ കുഞ്ഞിന്റെ പിതൃത്വം അവനുണ്ട്. അല്ലാത്ത രീതിയിൽ അന്യപുരുഷന്മാരുടെ ബീജങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നടത്തുന്ന കൃത്രിമമായ ഗർഭധാരണങ്ങൾ, അതിന് IVF എന്ന് പേരിട്ടാലും പേരെന്തിട്ടാലും ശരി, കുഞ്ഞ് അവന്റേതാകൂല. അതുകൊണ്ടാണ് ദത്തുപുത്ര സമ്പ്രദായം, ദത്തെടുക്കുക എന്നുള്ളതിനെ ഇസ്ലാം എതിർക്കുന്നുണ്ട്. അത് ഒരു ക്രൂരമായിട്ടാണ് പലതും കാണുന്നത്. ഒരു അനാഥ കുഞ്ഞിനെ എടുത്തു വളർത്തുന്നതിൽ എന്താ തെറ്റ്? ഇസ്ലാം എന്തുകൊണ്ട് ഇതിനെതിരെ നിൽക്കുന്നു? ഇസ്ലാം അനാഥ സംരക്ഷണത്തിൽ ഇസ്ലാമിനെ പോലെ പ്രോത്സാഹനം നൽകിയൊരു മതവും പ്രത്യയശാസ്ത്രം ലോകത്ത് വേറെയില്ല. അനാഥയെ സംരക്ഷിക്കാത്തവൻ കള്ളനാണെന്നല്ലേ ഖുർആൻ പറഞ്ഞത്? അവൻ നിസ്കരിച്ചാലും അവൻ കള്ളനാണെന്നല്ലേ ഖുർആൻ പറഞ്ഞത്? അപ്പൊ അനാഥ സംരക്ഷണത്തിനെതിരായതുകൊണ്ടല്ല ദത്തെടുക്കരുതെന്ന് ഇസ്ലാം പറഞ്ഞത്. ദത്തെടുക്കൽ 2 രീതിയിലുണ്ട്. ഒരു രീതി ഇസ്ലാം എതിർക്കുന്നില്ല. ഒരു അനാഥയായ ഒരു കുഞ്ഞിനെ എടുത്തു വളർത്തുന്നു, ആ കുഞ്ഞിന് ആവശ്യമായ സംരക്ഷണം കൊടുക്കുന്നു, അവനാവശ്യമായ ഭക്ഷണവും വസ്ത്രവും വിദ്യാഭ്യാസവും ചികിത്സയും ഒക്കെ ഒരാൾ കൊടുക്കുകയാണ്. അതൊരു നല്ല കാര്യമാണ്. ഒരു കുഞ്ഞിന്റെ രക്ഷകർത്തൃത്വം ഏറ്റെടുക്കുകയാണ്. ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനെതിരല്ല. പക്ഷേ എവിടെന്നൊരു കുഞ്ഞിനെ കൊണ്ടുവന്ന് ആ കുഞ്ഞിന്റെ പിതാവായി ഇയാൾ അഭിനയിക്കുകയാണ്. ഇയാൾ പിതൃത്വം ഏറ്റെടുക്കുകയാണ്.
ആ കുഞ്ഞിനെ സ്വന്തം മകനെ പോലെ സ്വന്തം മകളെ പോലെ വളർത്തുകയാണ്, സ്വന്തം വാപ്പയാണെന്ന് ആ കുഞ്ഞിനെ ബോധ്യപ്പെടുത്തുകയാണ്. ഇത് തെറ്റാണ്. ഏതൊരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം തന്റെ സ്വന്തം അടിസ്ഥാനം അറിയാനുള്ള അവകാശമുണ്ട്. എന്റെ പിതാവാരെന്ന് അറിയാനുള്ള അവകാശം ഒരു കുഞ്ഞിന്റെ മൗലികാവകാശമാണ്. ആ മൗലികാവകാശം ഇവിടെ നിഷേധിക്കപ്പെടുകയാണ്. ആ കുഞ്ഞറിയണം എന്റെ വാപ്പ ഇന്നയാളല്ല, എന്റെ വാപ്പ ഇന്നയാളാണെന്ന് ആ കുഞ്ഞിനെ അറിയാൻ അവകാശമുണ്ട്. അപ്പൊ അത് നിഷേധിക്കപ്പെടുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള ദത്തെടുക്കൽ അത് ഇന്ത്യൻ നിയമപ്രകാരം അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇസ്ലാം അത്തരം ദത്തെടുക്കലിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതൊക്കെ ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. ചിലപ്പോ നിക്കാഹിന് വേണ്ടി വരുമ്പോ ദത്തെടുത്ത് വളർത്തുന്ന കുട്ടിയായിരിക്കും ആ വിവരം മറച്ചുവെക്കും. ഇവിടെ വാപ്പ എന്ന് രേഖപ്പെടുത്തിയിട്ടാണ് രജിസ്റ്ററിൽ നിക്കാഹിന് വേണ്ടി വരിക. ഞാനതറിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ ഉസ്താദന്മാർ അതറിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എന്റെ മകൾ എന്ന അർത്ഥത്തിൽ നിക്കാഹി തൊടുക്കും. ആ നിക്കാഹ് ശരിയാവില്ല. പിന്നെ നടക്കുന്ന ബന്ധങ്ങൾ അവിഹിതമാണ്. പിന്നെ ജനിക്കുന്ന കുട്ടികളും അവിഹിത മക്കളായി മാറും. അതുകൊണ്ട് ദത്തെടുത്ത് വളർത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വിവാഹത്തിന് വേണ്ടി വരുന്ന സമയത്ത് എന്റെ മകളല്ല, ദത്തുപുത്രിയാണെന്ന് അവിടെ ബോധ്യപ്പെടുത്തണം. അയാളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി വിവാഹം ചെയ്തെടുക്കാൻ അധികാരവുമില്ല. അധികാരപ്പെടുത്തിയാലേ അധികാരം ഉണ്ടാവുള്ളൂ. അത് വേറെ വഴിയിലൂടെയാണ്. അതുകൊണ്ട് ദത്തെടുത്ത് വളർത്തുന്ന പിതാവിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ പിതാവല്ലാത്തത് കൊണ്ട് അതിന് പെൺകുട്ടിയാണെങ്കിൽ കാണാൻ അവകാശമില്ല. പ്രായപൂർത്തിയായ ശേഷം കാണാൻ പറ്റൂല, ഹറാമാണ്, അന്യസ്ത്രീയാണ്, വിവാഹം ചെയ്തെടുക്കാൻ അധികാരമില്ല. ആൺകുട്ടിയാണെങ്കിൽ ഇയാളുടെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തിയായ ശേഷം കാണാൻ അവകാശമില്ല, അന്യപുരുഷനാണ്. ഇനി അവരെ അനുവദനീയമാക്കാൻ ഒരു വഴിയുണ്ട്, അത് മുലയൂട്ടുക എന്നുള്ളതാണ്. മുലകുടി ബന്ധം സ്ഥിരീകരിക്കാം. 2 വയസ്സിന് മുമ്പാണ് ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നതെങ്കിൽ സ്വന്തം ഭാര്യയെ കൊണ്ട് ആ കുട്ടിക്ക് മുല കുടിപ്പിക്കുക. 5 പ്രാവശ്യം മുല കുടിപ്പിച്ചു കഴിഞ്ഞാൽ മുലകുടി ബന്ധത്തിലൂടെയുള്ള ആ കുഞ്ഞിന്റെ ഉമ്മയായി ഇയാളുടെ ഭാര്യ മാറും. ആ അർത്ഥത്തിൽ ആ കുഞ്ഞിന്റെ വാപ്പയായിട്ട് ഇയാൾ മാറുകയും ചെയ്യും. അങ്ങനെ മാതൃത്വം പിതൃത്വം സ്ഥിരപ്പെടുത്താം. അപ്പൊ ഇയാളുടെ മറ്റു മക്കൾ ഈ കുഞ്ഞിന്റെ സഹോദരി സഹോദരങ്ങളായിട്ട് മാറുകയും ചെയ്യും. അങ്ങനെയല്ലാത്ത രീതിയിലുള്ള ദത്തെടുക്കൽ നിയമവിരുദ്ധമാണ്. നൈതികമായ പ്രശ്നങ്ങളുണ്ട്. അനന്തരാവകാശത്തിന്റെ വിഷയത്തിൽ പ്രശ്നമുണ്ടാവും. ദത്തെടുക്കപ്പെട്ട കുട്ടിയുടെ സ്വത്തിന് ദത്തെടുത്ത പിതാവിന് അവകാശമില്ല ശറയിൽ. ഇന്ത്യൻ നിയമം അനുസരിച്ചല്ല, ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് അധികാരമില്ല. ആ ദത്തെടുക്കപ്പെട്ട കുഞ്ഞിന്റെ യഥാർത്ഥ പിതാവ് ആരാണോ ആ പിതാവിനാണ്, ആ മാതാവിനാണ് ഈ കുഞ്ഞിന്റെ സ്വത്തിന്റെ അവകാശം. എത്ര കോടികളുണ്ടെങ്കിലും വളർത്തിയ വാപ്പയ്ക്ക് ഉമ്മയ്ക്ക് ഒരു പൈസയ്ക്ക് അവകാശമില്ല, വസിയത്ത് ചെയ്താൽ ഒഴികെ. കുഞ്ഞിനാണെങ്കിൽ വസിയത്ത് ചെയ്യാം, എന്റെ സ്വത്ത് ഇത്ര എന്റെ വളർത്തു വാപ്പയ്ക്കാണെന്നോ വളർത്തുമ്മയ്ക്കാണെന്നോ വസിയത്ത് ചെയ്യാം. അത് 3-1 കൂടാനും പാടില്ല. വസിയത്ത് ചെയ്യാത്ത ഘട്ടത്തിൽ ഈ കുഞ്ഞിന്റെ എത്ര കോടിയുണ്ടെങ്കിലും കുഞ്ഞിന്റെ യഥാർത്ഥ പിതാവിനാണ്, യഥാർത്ഥ മാതാവിനാണെന്നുള്ള വസ്തുത കൂടി നമ്മൾ തിരിച്ചറിയുകയും വേണം. അതുകൊണ്ടാണ് പറഞ്ഞതിന്റെ ചുരുക്കം, പരിശുദ്ധ ഇസ്ലാം വിവാഹത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നായിട്ട് മക്കളുണ്ടാവുക എന്നുള്ളതിനെ കൂടി കാണുന്നുണ്ട്. മക്കൾ എന്നുള്ള അള്ളാഹുവിന്റെ സൗഭാഗ്യമാണ്. അതുകൂടി ഇസ്ലാമിന്റെ ലക്ഷ്യമാണെന്ന് പറയാനാണ് ഞാൻ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും അമൽ ചെയ്യാനും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.